ഇന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ BLOമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടല്ലേ? കാര്യങ്ങൾ ഗുരുതരമാണ്. BLOമാർ, സെക്ടറൽ ഓഫീസർമാർ അവരെല്ലാം പങ്കെടുക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇരട്ടിപ്പ് വന്നത്, അതുപോലെ തന്നെ വ്യാജ വോട്ടർമാരെ ചേർത്തത് എങ്ങനെയാണ്? ഇനി 4 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഏതായിരുന്നാലും അത്തരമൊരു നടപടിയിലേക്ക് പോകാതെ മുന്നോട്ട് പോകാനാവില്ല. കാരണം ഈ മുന്നണികളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പലരും നിയമ നടപടിയിലേക്ക് പോകുമെന്ന് മുന്നണികൾ എല്ലാവരും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ BLOമാരെയും സെക്ടറൽ ഓഫീസർമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പല പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളൊക്കെ പറഞ്ഞത് ഈ ക്രമക്കേടിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായ BLOമാർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഇരട്ട വോട്ടർമാർ, അതുപോലെ തന്നെ ഈ വ്യാജ വോട്ടർമാർ അവരുടെ വോട്ട് തടയാൻ എന്ത് നടപടി, അതൊക്കെ ഇനി കണ്ടറിയണം. 11 മണിക്ക് നിർണായകമായിട്ടുള്ള യോഗം ഇന്ന് ചേരുന്നുണ്ട്. എന്തെങ്കിലും നടക്കുമായിരിക്കും ഓസ്കർ? അല്ല, ഇനി ചേർത്ത വോട്ടർ പട്ടികയിൽ ചേർത്ത ആളുകൾ വ്യാജ വോട്ടറെ പോലും അത് ഒഴിവാക്കുന്നത് അത്ര എളുപ്പമല്ല. ചട്ടപ്രകാരം കരട് ലിസ്റ്റ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് അന്തിമ ലിസ്റ്റ് പുറത്തു വിടുന്ന കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ രണ്ടിടത്ത് വോട്ടുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാതിരിക്കാൻ എന്ത് മാർഗം എന്നുള്ളതാണ്. അത് സാങ്കേതികമായി അത് എങ്ങനെ തടയും, അല്ലെങ്കിൽ എങ്ങനെ? പ്രത്യേകിച്ച് ആ വോട്ടർമാരോട് നമുക്ക് പറയാനുള്ളത് 12,000-ലധികം വോട്ടർമാരുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടേതല്ലാത്ത ഒരു സ്ഥലത്ത് പോയി വോട്ട് ചെയ്യരുത്. അങ്ങനെ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യിപ്പിക്കും നിങ്ങളെ. പക്ഷേ നിങ്ങളെ അവർ സസ്പീഷ്യസ് വോട്ടായിട്ട് കണക്കാക്കും. എന്നിട്ട് അന്വേഷണം വരും. അന്വേഷണം വന്നാൽ BLOയ്ക്കും നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് 1 വർഷം തടവാണ്. അതായത് വ്യാജ ID കാർഡാണ് ഉള്ളതെങ്കിൽ 1 വർഷം തടവ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വ്യാജ വോട്ടർ ID-യുമായിട്ട് പോയി വോട്ട് രേഖപ്പെടുത്തരുത്. 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയം കോടതിയിലേക്ക് പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ചെറിയ ഭൂരിപക്ഷമാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് C. കൃഷ്ണകുമാർ വിജയിക്കുന്നത് 1000 വോട്ടിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇത് കോടതിയിലെത്തും. നേരിയ ഭൂരിപക്ഷമാണെങ്കിൽ കോടതിയിലേക്ക് പോകാം. നമ്മൾ ഈ കാസർഗോഡൊക്കെ കണ്ടതുപോലെ പിന്നെ